ലോകത്തിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇപ്പോൾ അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തവണത്തെ യുദ്ധക്കളം കേവലം ഗാസയിലോ വെസ്റ്റ് ബാങ്കിലോ ഒതുങ്ങുന്നില്ല. ഇറാന്റെ നേരിട്ടുള്ള ഇടപെടലുകളും അവരുടെ സൈനിക മേധാവികളുടെ പ്രഖ്യാപനങ്ങളും സൂചിപ്പിക്കുന്നത് ലോകം ഇതുവരെ കാണാത്ത ഒരു തരത്തിലുള്ള ഒരു അത്യാധുനിക മിസൈൽ യുദ്ധത്തിനാണ് കളം ഒരുങ്ങുന്നതെന്നാണ്. നിങ്ങളെ ഞങ്ങൾ തളർത്തും, ഗൾഫിന്റെ ആഴങ്ങളിൽ മുക്കിക്കളയും. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുടെ പ്രതിരോധ ഉപദേഷ്ടാവും IRGC മുൻ മേധാവിയുമായ മേജർ ജനറൽ യാഹ്യ റഹീം സഫാഹി നടത്തിയ ഈ പ്രഖ്യാപനം ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത സൈനിക കരുത്തിന്റെ പരസ്യമായ വിളംബരമാണ്. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണെന്ന യാഥാർത്ഥ്യം അമേരിക്കയും സഖ്യകക്ഷികളെയും ഭയപ്പെടുത്തും. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ പാത തടയാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. സഫാവിയുടെ ഈ വാക്കുകൾ പെന്റഗണിനെ ഉറക്കം കെടുത്തുന്നത് അതുകൊണ്ടാണ്. ശത്രുക്കളെ ഗൾഫിന്റെ ആഴങ്ങളിൽ കുഴിച്ചുമൂടുമെന്ന പ്രസ്താവനയിലൂടെ അമേരിക്കൻ നാവികപ്പടയുടെ മേഖലയിലെ സാന്നിധ്യത്തിന് ഇറാൻ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. 2026 മാർച്ച് 21 പശ്ചിമേഷ്യൻ യുദ്ധചരിത്രത്തിൽ ഒരു സുപ്രധാന ദിനമായി അടയാളപ്പെടുത്തും. അന്ന് തെക്കൻ ഇസ്രയേലിലെ ഡിമോണ, അരാദ് എന്നീ നഗരങ്ങൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ അഭിമാനമായ പ്രതിരോധ കോട്ടകളെ തകർത്തു. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഡേവിഡ് സ്ലിംഗ് ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധാനമായാണ് കരുതിയിരുന്നത്. അമേരിക്കയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ഈ സംവിധാനം ഇടത്തരം മുതൽ ദീർഘദൂര മിസൈലുകൾ വരെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ മാർച്ച് 21 ആക്രമണത്തിൽ ഈ സംവിധാനം പരാജയപ്പെട്ടു. ഇറാന്റെ ഖദർ ക്ലാസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധം ഭേദിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചു. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ചെയ്ത ഈ സംഭവം ആഗോള സൈനിക നിരീക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇസ്രയേലിന്റെ അത്യാധുനിക പ്രതിരോധത്തെ മറികടക്കാൻ ഇറാന് സാധിച്ചത്? ഇതിന് പിന്നിൽ ഇറാൻ കൈവരിച്ച സാങ്കേതിക മുന്നേറ്റങ്ങളുണ്ട്. ഇറാന്റെ പുതിയ തലമുറ മിസൈലുകൾ ശബ്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ്. ഇത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലിനെ തിരിച്ചറിയാനും തകർക്കാനും നൽകുന്ന സമയവും വളരെ കുറയ്ക്കുന്നു. വിക്ഷേപിച്ച ശേഷം ആകാശത്ത് വെച്ച് ദിശ മാറാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇറാന്റെ മിസൈലുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇത് ഇന്റർസെപ്റ്റർ മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നു. മിസൈലുകളുടെ നാവിഗേഷൻ സംവിധാനത്തിൽ ഇറാൻ ഇപ്പോൾ കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയോടെ തകർക്കാനും ശത്രുവിന്റെ റഡാറുകളെ കബളിപ്പിക്കാനും മിസൈലുകളെ പ്രാപ്തമാക്കുന്നു. ഇറാന്റെ മിസൈലുകൾ നിർമ്മിക്കാൻ താരതമ്യേന കുറഞ്ഞ ചിലവ് മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ഇവയെ തടയാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഓരോ ഇന്റർസെപ്റ്റർ മിസൈലിനും കോടിക്കണക്കിന് ഡോളർ വില വരും. ഇതൊരു സാമ്പത്തിക യുദ്ധം കൂടിയായി മാറുകയാണ്. ഇസ്രായേലിന്റെ പ്രതിരോധം 3 തലങ്ങളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അയൺ ഡോം ചെറിയ ദൂര റോക്കറ്റുകളെ തടയുന്നു. ഡേവിഡ് സ്ലിംഗ് ഇടത്തരം ദൂര മിസൈലുകളെ നേരിടുന്നു. ആരോ സിസ്റ്റം അന്തരീക്ഷത്തിന് പുറത്ത് വെച്ച ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്നു. എന്നിരുന്നാലും ഇറാൻ ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ വിക്ഷേപിക്കുന്ന സൗം ആക്രമണ ശൈലി സ്വീകരിച്ചാൽ ഈ സംവിധാനങ്ങൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഓരോ മിസൈലിനെയും തടയാൻ ആവശ്യമായ ഇന്റർസെപ്റ്ററുകൾ ഇസ്രായേലിന്റെ കൈവശം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഡിമോണയിലെ ആക്രമണം ഈ ശൃംഖലയിലെ വിള്ളലുകൾ ലോകത്തിന് കാട്ടിക്കൊടുത്തു. യുദ്ധക്കളത്തിലെ നീക്കങ്ങൾ പോലെ തന്നെ സങ്കീർണമാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ അതിനെ വ്യാജ വാർത്ത എന്ന് വിളിച്ചാണ് തള്ളിക്കളയുന്നത്. ഇറാന്റെ നിലപാടും വ്യക്തമാണ്. തങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണം. പലസ്തീനിലെയും ലെബനിലെയും ആക്രമണങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കണം. മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ യാതൊരു സമാധാന ചർച്ചകൾക്കും പ്രസക്തിയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുന്നു. അതേസമയം ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങിയാൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് ലോകരാജ്യങ്ങൾ. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണശക്തമായ നയങ്ങൾ അമേരിക്കയെ അനാവശ്യമായ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്നും ഇറാന്റെ ഭാഗത്തു നിന്ന് ആരോപണമുയർന്നു. അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലും ഇസ്രായേലിനുള്ള പിന്തുണയെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സിവിലിയൻ മരണങ്ങൾ വർദ്ധിക്കുന്നത് അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കുന്നു. ഈ യുദ്ധം കേവലം ഇറാനും ഇസ്രായേലും തമ്മിലല്ല, ഇതിൽ പല അദൃശ്യ ശക്തികളും പങ്കാളികളാണ്. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നിരന്തരം ആക്രമണം നടത്തുന്നു. ഇത് ഇസ്രായേൽ സൈന്യത്തെ 2 വശങ്ങളിൽ നിന്ന് പോരാടാൻ നിർബന്ധിതരാക്കുകയാണ്. ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ ഹൂതികൾക്കും സാധിക്കുന്നുണ്ട്. ഇറാന് പരോക്ഷമായ പിന്തുണ നൽകിക്കൊണ്ട് ഈ 2 വൻ ശക്തികളും അമേരിക്കയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ലോകത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ഇളക്കാൻ പോകുന്നതാണ്. ഹോർമൂസ് കടലിടുക്കോ ചെങ്കടലോ പൂർണ്ണമായും തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വലിയ വിലക്കയറ്റത്തിനും കാരണമാകും. ആഗോള വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് ലോകത്തെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറുന്നതും സിവിലിയൻ മരണങ്ങൾ വർദ്ധിക്കുന്നതും
മാനവരാശിക്കേറ്റ വലിയൊരു മുറിവായി മാറും. ഇറാന്റെ മുന്നറിയിപ്പും പുതിയ തലമുറ മിസൈലുകളുടെ പ്രഹരശേഷിയും സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിൽ പഴയ യുദ്ധതന്ത്രങ്ങൾ ഇനി ഫലിക്കില്ല എന്നാണ്. സൈനികമായ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇനി സമാധാന ചർച്ചകളിൽ തങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കൂ എന്ന് ഇറാൻ കരുതുന്നു. മറുഭാഗത്ത് തങ്ങളുടെ സുരക്ഷാ കവചമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പുതുക്കിപ്പണയേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ഇസ്രയേലിന് മുന്നിലുമുണ്ട്. പശ്ചിമേഷ്യയിലെ ആകാശം വീണ്ടും ഇരുണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഓരോ പോർവിളിയും പുതിയ യുദ്ധമുറകളുടെ മുന്നോടിയാണ്. അന്താരാഷ്ട്ര സമൂഹം സജീവമായി ഇടപെട്ടില്ലെങ്കിൽ ഒരു വലിയ സ്ഫോടനത്തിലേക്ക് ഈ മേഖല കൂപ്പുകുത്തും. ഇറാൻ ഇന്ന് വെറുമൊരു പ്രാദേശിക ശക്തിയല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യയും തന്ത്രപരമായ കണക്കുകൂട്ടലുകളും ചേർന്ന ഒരു പുതിയ ഇറാന്റെ ഉദയമാണ് ലോകം കാണുന്നത്. ഗൾഫിന്റെ ആഴങ്ങളിൽ മുക്കിക്കളയുമെന്ന വാക്കുകൾ ഭീഷണിയാണോ അതോ വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണോ എന്ന് കാലം തെളിയിക്കും. എങ്കിലും ഒന്ന് വ്യക്തമാണ്, പശ്ചിമേഷ്യയിൽ ഇനി ഒന്നും പഴയതുപോലെ ആകില്ല. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ പ്രതിരോധ നയങ്ങൾ മാറ്റാൻ നിർബന്ധിതരായിരിക്കുന്നു. ഈ പുതിയ യുദ്ധതന്ത്രങ്ങളുടെ ലോകത്ത് വരും ദിവസങ്ങൾ അതീവ നിർണായകമാണ്.